ഒരുതരം ഏലിയൻ സ്വഭാവം, വിചിത്രമെന്ന് തോന്നുന്ന സ്ട്രേഞ്ച് ആൻഡ് ഓഡ്. പക്ഷേ ഇസ്ലാം പ്രചരിച്ച് അത് കൊണ്ടു നടക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായതിന്റെ ശേഷം അത് കൊണ്ടു നടക്കാൻ ആളുകളില്ലാത്ത ഒരു കാലം തിരിച്ചു വരും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫതൂബാ ലിൽ ഗുറബാ, അങ്ങനെ ഒരു ഗരീബായി, വിചിത്രമായി, സ്ട്രേഞ്ചായി മുസ്ലിം ജീവിക്കുന്ന ഒരു കാലം വരും. എല്ലാവരും കള്ളുകുടിയന്മാർ, അതിനിടയിൽ കള്ളുകുടിക്കാത്തവനെ തിരഞ്ഞുപിടിക്കുക പ്രയാസം. ഇവനെന്താ കുടിക്കാത്തത് എന്നാകും സംശയം. എല്ലാവരും വ്യഭിചാരികൾ, അതിനിടക്ക് സാത്വികനായി വലിയ ചൈസ്റ്റിയോടുകൂടെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോ ഇവനെന്തോ ലൈംഗിക തകരാറുള്ളവനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ. ഇസ്ലാം ഇങ്ങനെ തിരിച്ചു വരും. അന്ന് ആരൊക്കെയാണോ ഇങ്ങനെ ഏലിയൻ സ്വഭാവത്തിൽ ഇസ്ലാമിനെ കൊണ്ടു നടക്കുന്നത്, എല്ലാവർക്കും വിചിത്രമായി തോന്നുന്നത്, ഫതൂബാ ലിൽ ഗുറബാ, അവർക്കാണ് സർവ്വ നന്മയുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന്റെ ഒഴുക്ക് ഇസ്ലാമിനോടൊപ്പമെങ്കിൽ നമ്മൾ ആ ഒഴുക്കിലുണ്ട്. ലോകത്തിന്റെ ഒഴുക്ക് ഇസ്ലാമിക സംസ്കാരത്തിന് വിരുദ്ധമെങ്കിൽ നമ്മൾ ആ ഒഴുക്കിനെതിരാണ്. അവിടെയാണ് മുസ്ലിമിന്റെ വിജയം. നമ്മൾ വലിയൊരു ചാലഞ്ച് ഏറ്റെടുത്തവരാണ്. തോന്നുന്നതൊക്കെ ചെയ്യാൻ പോകുന്നവരല്ല നമ്മൾ. അങ്ങനെ ചെയ്ത് ജീവിക്കുന്നവരുടെയുണ്ട്. അതല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ആ മുത്തുനബിയോടൊരു സ്നേഹം, ആ മുത്ത് ഹബീബിനോട് മനസ്സിന്റെ ഉള്ളിൽ ഹബീബിന്റെ കർമ്മങ്ങൾ കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? നബി തങ്ങൾ പറഞ്ഞുവല്ലോ, ഹയാതി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് അനുഗ്രഹമാണ്, എന്റെ മരണവും നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഫഉശർരിഉ ലക്കുമുശ് ശറാഇഅ, ഇസ്ലാമിന്റെ നിയമങ്ങൾ ഓരോന്ന് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും. അള്ളാഹുവിന് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും. വമമാതി ഖൈറുൽ ലക്കും, എന്റെ മരണം നിങ്ങൾക്ക് ഖൈറാണ്. നബിതങ്ങൾ പറയുമായിരുന്നു, തുഅറദു അലയ്യ അഅമാലുക്കും, എന്റെ ഉമ്മത്തികളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു എന്നെ കാണിച്ചു കൊണ്ടിരിക്കും. എന്തതിനർത്ഥം? ഞാനും നിങ്ങളും ചെയ്യുന്നത് മുത്ത് ഹബീബിനെ അള്ളാഹു കാണിച്ചു കൊണ്ടിരിക്കും. ഫമാ റഅയ്തു മിൻഹാ ഖൈറൻ ഹസനൻ, ഏതെല്ലാം നന്മകൾ നിങ്ങൾ ചെയ്യുന്നുവോ ഞാനത് കാണുമ്പോൾ ഹമിദുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് പറയും അൽഹംദുലില്ലാ എന്ന്. എന്റെ ഉമ്മത്തികൾ ചെയ്യുന്ന നന്മ അള്ളാഹു എനിക്ക് കാണിച്ചു തരുമ്പോ, വമാ റഅയ്തു മിൻഹാ ഗൈറ ദാലിക്, നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ അള്ളാഹു എനിക്ക് കാണിച്ചു തരുമ്പോൾ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഇങ്ങനെ എപ്പോഴും പുറത്തു കൊടുക്കുക? ഒരു മുതലാളി എന്ന് ചിന്തിക്കുക. ഒരു എംപ്ലോയർ, തന്റെ കീഴിലുള്ള എംപ്ലോയി ഒരു തെറ്റ് ചെയ്താൽ ഒരിക്കൽ മാപ്പ്, രണ്ടാമത് തെറ്റ് ചെയ്താൽ വാർണിംഗ് ലെറ്റർ, മൂന്നാമത് തെറ്റ് ചെയ്താൽ ഒരു സസ്പെൻഷൻ, നാലാമത് തെറ്റ് ചെയ്താൽ ഒരു ഡിസ്മിസൽ. ആരാ പുറത്തു കൊടുക്കുക? ആരാണ് മാപ്പ് ചെയ്യുന്നത്? ഒരിക്കൽ തെറ്റ് ചെയ്താലും രണ്ടാമത് തെറ്റ് ചെയ്താലും ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് റബ്ബേ നീ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് എന്റെ ഖബറിന്റെ ഉള്ളിൽ കിടക്കുമ്പോഴും നിങ്ങൾക്ക് ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. അതെന്റെ മരണശേഷമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് എന്റെ മരണം നിങ്ങൾക്ക് ഖൈറാണെന്ന് മുത്ത് റസൂലുള്ളാഹ്. എങ്ങനെയാണ് ഹബീബിനെ സ്നേഹിക്കാതിരിക്കുക? ഇങ്ങനെ ആരാ നമുക്ക് പുറത്തു തരിക? സ്വന്തം ഉമ്മയും വാപ്പയും ഇങ്ങനെ പുറത്തു തരുമോ? മാപ്പ് തരുമോ? നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമോ? മക്കള് തലതിരിഞ്ഞു പോയാൽ കുറെയൊക്കെ മാതാപിതാക്കൾ നോക്കും. ഇല്ലെങ്കിൽ എന്ത് പറയും? എനിക്ക് അങ്ങനെ ഒരു മകനില്ല എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനല്ലേ പറയാ? മക്കളൊക്കെ ചാടി പോകുന്നില്ലേ? കോടതി കൊണ്ടുവരുന്നിട്ട് വിസ്തരിക്കണില്ലേ? മോളെ, എന്നെ പോറ്റി വളർത്തിയ ഉമ്മ എന്നെ സ്കൂളിൽ കൈപിടിച്ച് കൊണ്ടാക്കി ചേർത്തി, 4-5 വയസ്സുള്ളപ്പോ സ്കൂൾ നഴ്സറി മുറ്റത്തേക്ക് നിന്നെ നടത്തിക്കൊണ്ടുപോയ നിന്റെ പ്രിയപ്പെട്ട ഉപ്പ. ഇവര് രണ്ടാളും വേണോ? ഇന്നലെ ടൗണിൽ നിന്നൊരു കമന്റ് അടിച്ചപ്പോഴേക്കും നീ വീണുപോയ നിന്റെ കാമുകം വേണോ? ആരുടെ കൂടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോഴേ നമ്മുടെ മക്കളിൽ പലരും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കാമുകന്റെ കൂടെ പോവുകയാണ്.
ഉമ്മയും വാപ്പി എന്താ പറയാ? നീ എന്ത് ചെയ്യാൻ? കോടതി ഇടപെട്ടു, ഇതാണ് പരിഹാരം. എനിക്ക് അങ്ങനെ ഒരു മോളില്ല എന്ന് ഞാൻ അങ്ങ് കരുതുന്നു, എനിക്ക് അങ്ങനെ ഒരു മോനില്ല എന്ന് ഞാൻ അങ്ങ് വിചാരിക്കുന്നു. ഇത്രയും ഉമ്മാക്കും വാപ്പാക്കും കഴിയും. മുത്തുനബി തങ്ങൾ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന തിന്മകൾ എനിക്ക് കാണിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉമ്മയെക്കാളും ഉപ്പയെക്കാളും വലിയ മഹത്വം മുത്തുനബി തങ്ങൾക്കുണ്ടെന്ന് ഖുർആൻ പറയുന്നത്. അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي أنت أم أم أب നബിയെ, അങ്ങ് ഉമ്മയാണ്, അങ്ങ് ഉപ്പയാണ്. മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. മാതാപിതാക്കളിൽ കണ്ടിട്ടില്ലാത്ത നന്മ നിങ്ങളിൽ ഞങ്ങൾ കാണുന്നുവല്ലോ നബിയെ. ഉപ്പാക്ക് ഉപ്പയാവാനേ കഴിയൂ, ഉമ്മാക്ക് ഉമ്മയാവാനേ കഴിയൂ. ഇത് രണ്ടുമാവാൻ കഴിയും മുത്ത് റസൂലിന്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. മുത്ത് ഹബീബിന്റെ മൗലിദ് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ഒരു ബൈത്തിന്റെ അർത്ഥമാണിത്. ഒന്നുകൂടെ ചൊല്ലു നോക്കൂ. അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു والسلام على الرسول أبتحي والحبيب العربي. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. അന്നബിയു, തീർച്ചയായും മുത്തുനബി തങ്ങളാണ് ഔലാ ബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് മുത്തുനബിയാണ്. കല്യാണം കഴിച്ചവന് തോന്നും അവന്റെ ഭാര്യയാണ്, കുട്ടിണ്ടായാൽ തോന്നും കുഞ്ഞാണ് ഏറ്റവും വലുത്. കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ചില ഉമ്മാർക്കൊക്കെ പരാതിയായി, എന്നോടുള്ളതിനേക്കാളും സ്നേഹങ്ങൾക്ക് കുഞ്ഞിനോടാണല്ലോ, ഞാനുണ്ടായപ്പോഴല്ലേ കുഞ്ഞുണ്ടായത്, എന്നെക്കാളും വലിയ സ്നേഹം ഇപ്പൊ കുഞ്ഞിനോടായോ എന്നൊക്കെ ചില ഭാര്യമാര് ചോദിക്കാറുണ്ട് ഭർത്താക്കന്മാരോട്. ചിലർക്ക് ഉമ്മയാണ്, ചിലർക്ക് വാപ്പയാണ് വലുത്. എല്ലാറ്റിനേക്കാളും വലുത്, സ്വന്തം ശരീരത്തെക്കാളും വലുത് ഹബീബായ നബി തങ്ങളെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അന്നബിയു, മുഹമ്മദ് നബി തങ്ങളാണ് ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അവരുടെ ശരീരത്തെക്കാളും അവരോട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? അന്നബിയു, നബി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരീരത്തിന് വല്ലതും കുടിക്കണമെന്ന് തോന്നുമ്പോ, ദാഹിച്ചിരിക്കുന്ന നേരത്തോ അല്ലാതെയോ വല്ലതും കുടിക്കണമെന്ന് തോന്നുമ്പോ വായിലേക്ക് കൊണ്ടുപോകുന്നത് എന്റെ ശരീരത്തിന്റെ ഒരു ഇച്ഛയെ ഞാൻ റെസ്പോൺസ് ചെയ്യുകയാണ്, ശരീരത്തിന്റെ ആഗ്രഹത്തിന് ഞാൻ റെസ്പോണ്ട് ചെയ്യുകയാണ്. ആ നേരത്ത് ചിന്തിച്ചു പോകുന്നത് അന്നബിയു, എന്റെ നബിയാണല്ലോ എന്റെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടത്. ഞാൻ ഈ കുടിക്കാൻ പോകുന്ന പാനീയം എന്റെ നബിക്ക് ഇഷ്ടമാവുമോ? എന്റെ നബിക്ക് ഇഷ്ടമാവുമെങ്കിൽ ഞാൻ കുടിക്കുന്നു. ഇതെന്റെ നബിക്ക് ഇഷ്ടമല്ല, ഞാൻ എന്റെ വായിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത് എന്റെ നബിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനത് ചെയ്യില്ല. അതാണ് സത്യവിശ്വാസിയുടെ ലക്ഷണം. പിന്നെ എങ്ങനെയാ മുസ്ലിമിനെ കള്ളു കുടിക്കാൻ പറ്റുക? എങ്ങനെയാ പറ്റുക? നമ്മുടെ പരിസര പ്രദേശങ്ങളിലേക്ക് ഈ പൂഴി വാരുന്ന കുട്ടികളൊക്കെ വല്ലാണ്ടങ്ങ് മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ടിരുന്നു. ശരിയാണോ എന്ന് അല്ലാഹു അലം. പൂഴി വാങ്ങാൻ പോകുന്നവരെ, അത് പോലീസുകാരെ കണ്ണ് വെട്ടിക്കുന്നവരും പോലീസുകാരെ തല്ലി കൊല്ലുന്നവരും ഒക്കെ ഉണ്ടാവും ആ കൂട്ടത്തിൽ. അതിന് എസ്കോട്ട് പോയാൻ കുറച്ച് കുട്ടികൾ വേറെ ഉണ്ടാവും. 2 മണിക്കൂറിന് എത്ര 400-500 ഉറുപ്പിക കിട്ടുന്നതേ.
എന്നിട്ട് നമ്മുടെ കുട്ടികൾ മയക്കുമരുന്നിന് അടിമകളാവുക, അത് തളങ്കരയിൽ സംഭവിച്ചുകൂടാ. വേറെ എവിടെയും പറ്റൂല, ഇവിടെ ഒട്ടും പറ്റില്ല, ഒട്ടും പറ്റില്ല. 4 കാശ് വന്നാൽ നമ്മളങ്ങ് കോലം മാറുക? കയ്യിൽ കാശ് വരുമ്പോഴേക്കും നമ്മൾ അള്ളാനെ മറക്കുകയാണോ? പടച്ചോന് ദാരിദ്ര്യം തരാൻ കഴിയൂലേ? മയക്കുമരുന്ന് ഉപയോഗിച്ചത് സ്മോക്ക് ചെയ്ത്, ഇപ്പോൾ ഈ സ്മോക്കിംഗ് ഒക്കെ ഒരു ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്രൈഡ്. പണ്ടൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ചെയ്ത്, ഇന്നത്തെ ഒരു അഭിമാനത്തോടു കൂടെ ചെയ്യുന്ന രീതിയിലെത്തിയിട്ടുണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്. എന്തായാലും ശരീരത്തിന് ഉപദ്രവം ചെയ്യുന്ന സാധനമാണ് അല്ലെ? സ്മോക്കിംഗ് കിൽസ്, അത് കൊല്ലുന്നു അതിന് തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. ഇറ്റ് കോസസ് ക്യാൻസർ, ഇറ്റ് കോസസ് ലങ്സ് ഫെയിലിയർ, ഇതൊക്കെ നമുക്കറിയാം. എന്നിട്ട് അങ്ങനെ ന്യായീകരിക്കാം. നമ്മുടെ കുട്ടികളൊന്നും ചെയ്യല്ലേ, ദയവ് ചെയ്ത്, ദയവ് ചെയ്ത്. നമുക്ക് മത്സരിക്കണം നന്മയിൽ, നമുക്ക് മത്സരിക്കണം. മുത്ത് നബിയുടെ ഉസ്വത്ത്, ഏറ്റവും നല്ല മാതൃക പിൻപറ്റുന്നത് ആരോ എന്ന് നോക്കിയിട്ട്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. എന്റെ തളങ്കരയിലെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ ശരീരത്തെക്കാളും മുത്ത് നബിയാണ് നിങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ വല്ലതും വായയിലേക്ക് കൊണ്ടുപോകുമ്പോ ഓർക്കണം, എന്റെ റസൂൽ ഇത് കണ്ടാൽ ഇഷ്ടപ്പെടുമോ? എന്റെ റസൂൽ എന്റെ കൂടെയുണ്ടെങ്കിൽ നബി നിങ്ങൾക്കത് പൊരുത്തമാവുമോ? എന്റെ റസൂൽ എന്റെ അരികത്തുണ്ടെങ്കിൽ എന്നോ ഇത് ചെയ്യാൻ അനുവദിക്കുമോ എന്ന് ഓർത്തുകൊണ്ടേ ഒരു മുഅ്മിൻ സ്വശരീരത്തിന്റെ ആഗ്രഹത്തിന് റെസ്പോണ്ട് ചെയ്യാൻ പാടുള്ളൂ, പ്രതികരിക്കാൻ പാടുള്ളൂ. അതല്ലേ ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം? എന്റെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടത് എന്റെ നബിയോടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണ് ഈമാനിന്റെ കുപ്പായമണിഞ്ഞവർ, അവരാണ് ഈമാനിന്റെ മധുരമറിഞ്ഞവർ. വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബിയുടെ ഭാര്യമാർ ഈ സമൂഹത്തിലെ വിശ്വാസികളുടെ മാതാക്കളാണ്. ഇതൊരു കുടുംബമായി ഉമ്മമാരായ നബിയുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പയും ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹം ഒരുമിച്ച് തന്നത് മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അപ്പോഴാണ് നബിയോട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരേ, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ മിൻ നഫ്സി. നബിയെ, അങ്ങനെക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നബിയെ എന്റെ ശരീരം കഴിച്ചാൽ. എന്റെ ശരീരം കഴിച്ചാൽ പിന്നെ അങ്ങാണ് നബിയെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ആര് പറഞ്ഞു? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ മറുപടി വന്നു, ലാ വല്ലദീ നഫ്സി ബിയദിഹി. പറ്റില്ല ഉമറേ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഹത്താ കൂന ഹബ്ബ ഇലൈക മിൻ നഫ്സിക്. നിങ്ങളുടെ ശരീരത്തെക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാകുന്നത് വരെ ഈമാൻ പരിപൂർണമാവില്ല ഉമറേ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സത്യം പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ചിലരോടൊക്കെ അങ്ങനെ പറയില്ല, നിങ്ങൾ നമ്മുടെ സ്വന്തം ആളാണ്. ഈ പറയുമ്പോ ഈ സ്വന്തം ആളാണ് എന്നുള്ളത് സത്യമാണോ? ആളെ മയക്കാൻ വേണ്ടിയൊക്കെ പറയും ചിലപ്പോഴേ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഉമർ തങ്ങൾ നേരിടും, നബിയെ അങ്ങ് എനിക്ക് വളരെ ഇഷ്ടമാണ്, എന്റെ ശരീരം കഴിച്ചാൽ പിന്നെ അങ്ങാണ്. ഒരു സത്യം സത്യമായിട്ട് അങ്ങ് പറഞ്ഞു എന്നാ അതതിന്റെ അർത്ഥം. അവിടെ എന്തില്ല? നമ്മൾ മസ്കടിക്കാന്നൊക്കെ പറയില്ലേ, അതൊന്നുമില്ല. പ്ലെയിൻ ട്രൂത്ത് ആസ് ഇറ്റ് ഈസ്, അങ്ങനെ അങ്ങ് പറഞ്ഞു. നിബിധങ്ങൾ പറഞ്ഞു, പോരെ ഉമറേ, ഞാൻ നിങ്ങളുടെ ശരീരത്തെക്കാളും നിങ്ങളുടെ നഫ്സിനെക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെടുന്നത് വരെ ഉമറേ ഈമാൻ പൂർത്തിയാവില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരൽപ്പം നിന്നുകൊണ്ട് പറഞ്ഞു, ഫഇന്നഹുൽ ആന വല്ലാഹ് ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. നബിയേ, എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ ശരീരത്തെക്കാളും അങ്ങാണ് നബിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. ആയ നബിയെ, അതുകൂടെ ഞാൻ ശരിയാക്കി കഴിഞ്ഞു. എന്റെ നഫ്സിനെക്കാളും അങ്ങാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇത് പറഞ്ഞപ്പോ നബി ഞങ്ങളുടെ മറുപടി വന്നു, അൽ ആന യാ ഉമർ, അൽ ആന യാ ഉമർ. ഇപ്പോഴാണ് ഉമറേ ശരിയായത്, ഇപ്പോഴാണ് ഉമറേ ശരിയായത്. അൽ ആൻ, ശരിയായി. അള്ളാഹു അങ്ങനെ ആ ഹബീബിനെ സ്നേഹിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് തരട്ടെ. സ്നേഹം വിവിധ തരത്തിലുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ നമ്മൾ പ്രാസ്ഥാനിക ബന്ധമുണ്ടാകുമ്പോൾ ഒരു സ്നേഹമുണ്ട്.
കുടുംബ ബന്ധമുണ്ടാകുമ്പോൾ ഒരു സ്നേഹമുണ്ട്, ഒരു രാജ്യക്കാരാകുമ്പോൾ ഒരു സ്നേഹബന്ധമുണ്ട്, ഒരു ഭാഷക്കാരാകുമ്പോൾ സ്നേഹമുണ്ട്. ഈ തുളു സംസാരിക്കുന്ന ആളുകളൊക്കെ പരസ്പരം കണ്ടാൽ ഭയങ്കര സ്നേഹമാണ് അല്ലേ? നമ്മള് മലയാളികൾ അപ്പുറം പാരൊക്കെ നോക്കും അല്ലേ? ഒരു കമ്പനി മലയാളി ഉണ്ടോ, ഞാൻ വരുന്നില്ല, എന്നെ പുറത്താക്കല്ലേ, ഞാൻ അവനെ പുറത്താക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, എന്തേ നമ്മൾ ഇങ്ങനെ ആയിപ്പോയത്? അല്ലാഹു അഅലം. നമ്മൾ എന്തെങ്ങനെ കുഴപ്പക്കാരാവുന്നത്? എന്തോ ഒരു നല്ല നാടാണ്, ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയല്, ഡെവിൾസ് ഓൺ പീപ്പിൾ. അങ്ങനെ ആയിപ്പോയിട്ടുണ്ടോ എന്ന് അല്ലാഹു അഅലം, അല്ലാഹു അഅലം. ഭയങ്കര സ്വാർത്ഥത. സ്നേഹം പല രീതിയിലാണ്. ഇത്തിഫാഖിയായ സ്നേഹം എന്ന് പറയും. നമ്മൾ തമ്മിൽ ഇഫ് യു ഷെയർ സംതിങ് കോമൺ, നമുക്ക് പൊതുവായ ഒരു സംഗതി നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സ്നേഹബന്ധം ഉണ്ടാവും. ചില സ്നേഹം മഹബ്ബത്തു ലിനൈലി ഗറദിൻ, എന്തെങ്കിലും ഒരാവശ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള സ്നേഹം ഉണ്ടാവും. ചിലരുടെ സ്നേഹം അങ്ങനെയാണ്. ഇപ്പൊ ഗൾഫുകാരൊക്കെ നാട്ടിൽ വന്നാൽ ആദ്യത്തെ 2 ആഴ്ച കിട്ടുന്ന സുഹൃത്തുക്കൾ 2 ആഴ്ച കഴിഞ്ഞാൽ കിട്ടൂല. എന്തേ? നാട്ടിലേക്കറിയാം 2 ആഴ്ച കഴിഞ്ഞാൽ ഇവന്റെ കയ്യിലെ കാശ് തീരുന്നു. അപ്പൊ ഒരു വല്ലാത്ത സ്നേഹം. വീട്ടിൽ എന്തോടോ വന്ന് നിന്നെ കാണാനോടോ. ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഇവനെ കാണാൻ അങ്ങോട്ട് പോയാൽ വാതിലടക്കും, കടം ചോദിക്കാൻ വന്നായിരിക്കും. സുബ്ഹാനല്ലാഹ്. നെയ്ലു ഗറദിൻ, എന്തെങ്കിലുമൊക്കെ കൈപ്പറ്റാനുള്ള സ്നേഹം. ചിലർക്ക് അങ്ങനെയാണ് ഉണ്ടാവുക. ഒറിജിനൽ സ്നേഹം അതാണ്. പൈസന്റെ സമയത്ത് സ്നേഹിക്കുന്നവരുണ്ടാവും. പൈസ കയ്യിലൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു വല്ലാത്ത പരീക്ഷണത്തിൽപ്പെടുന്ന കാലം, അന്ന് കൂടെ നിൽക്കാൻ ആളുണ്ടോ, അവരാണ് യഥാർത്ഥ സ്നേഹിതന്മാർ. പിന്നെ ഒരു മഹബ്ബത്തുൽ മുശാക്കല എന്ന് പറയും. സ്നേഹിക്കുന്ന ആളും സ്നേഹിക്കപ്പെടുന്ന ആളും തമ്മിലുള്ള ആത്മീയമായൊരു ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ഒരു സ്നേഹം. മഹ്ബൂബ് എന്തു ചെയ്യുന്നുവോ അത് തന്നെ മുഹിബ് ചെയ്യുന്നത്. എന്റെ മഹ്ബൂബിന് ഇന്നത് ഇഷ്ടമാണെങ്കിൽ ആ സ്നേഹിക്കുന്ന ആൾ തന്റെ പ്രേമഭാജനത്തിന് വേണ്ടി അതുതന്നെ ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്നേഹം, ഇതെല്ലാം മുത്തുനബിയിലൂടെ നമുക്ക് കിട്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം എന്തൊക്കെ കിട്ടാനുണ്ട്? ഷഫാഅത്ത് കിട്ടാനുണ്ട്, അവിടുത്തെ കൈകൊണ്ട് ഹൗദുൽ കൗസർ കിട്ടാനുണ്ട്. യൗമ യദ്ഉ ആദമുൻ വഅംബിയാ നഫ്സി 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 നഫ്സിയാ യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഖൗമിയാ. ഓരോരുത്തരും എന്റെ കാര്യം എന്താണ് റബ്ബേ എന്ന് ചിന്തിക്കുമ്പോ എന്റെ ഉമ്മത്തികളുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നൊരു പുണ്യ റസൂൽ സുജൂദിൽ വീണുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ എന്റെ ഉമ്മത്തിൽ പാപം ചെയ്തവർക്ക് നീ പുറത്തു കൊടുക്കണം. തല ഉയർത്തണം നബിയേ, അങ്ങയുടെ റെക്കമെൻഡേഷൻ സ്വീകരിക്കപ്പെടും നബിയേ, അങ്ങേക്ക് എന്താണ് വേണ്ടത് ചോദിച്ചോളൂ എന്ന് അല്ലാഹു ജല്ല ജലാലു ഹബീബിനോട് തല ഉയർത്താൻ പറഞ്ഞ് ശഫാഅത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു നേരം അത് ഹബീബിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. മുഹമ്മദ് റസൂലുള്ളാഹ്. ശഫാഅതി ലിഅഹ്ലിൽ കബായിരി മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തികളിൽ വൻ ദോഷങ്ങൾ ചെയ്തവർക്ക് എന്റെ ശഫാഅത്ത് ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഓരോ പ്രവാചകന്മാർക്കും ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ ഫതഅജ്ജല കുല്ലു നബിയിൻ ബിദഅവതിഹി വഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി. ഓരോ പ്രവാചകന്മാർക്കും ചോദിച്ചാൽ ഉടനെ ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥന, ഗ്യാരണ്ടിയുള്ള ഒരു പ്രാർത്ഥന അള്ളാഹു കൊടുത്തിരുന്നു. ആ പ്രാർത്ഥന എല്ലാ നബിമാരും ഈ ലോകത്ത് ഉപയോഗിച്ചു കഴിഞ്ഞു. എന്റെ ആ പ്രാർത്ഥന എന്റെ ആ പ്രാർത്ഥന ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. എന്തിന്? ശഫാഅതൻ ലിഉമ്മതി, എന്റെ ഉമ്മത്തികൾക്ക് ശുപാർശ ചെയ്യാൻ, അല്ലാഹുവിനോട് ചെന്ന് റെക്കമെൻഡ് ചെയ്യാൻ, ഇന്റർസെഷൻ ചെയ്യാൻ വേണ്ടി ഞാനിത് മാറ്റിവെച്ചു എന്ന് പറഞ്ഞ മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فكلي شفيعا يوم لا ذو شفاعتي
ബിമുഹ്നിൻ ഫതീലൻ അൻ സവാദ് ബിൻ ഖാരിബി. നബിയെ, സവാദ് ബിൻ ഖാരിബിന് ആരും ശഫാഅത്ത് ചെയ്യാനില്ലാത്ത നേരത്ത് അങ്ങനെക്ക് ശുപാർശ തരണം നബിയെ എന്ന് നബിയോട് ചോദിച്ചിട്ടുണ്ട് സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു. ഹൗദുൽ കൗസർ നബി തങ്ങൾ തന്നെ കോരിത്തരുന്ന വെള്ളമുണ്ട്. ഒരിടത്തു നിന്നും ഒരു പാനീയമോ ഒരു ഗ്ലാസ് വെള്ളമോ കിട്ടാത്ത മഹ്ശറയിൽ എമ്പാടും വെള്ളം കോരിക്കൊടുക്കുന്ന ആകാശ ലോകത്തെ നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയാണോ അത്രക്ക് എന്റെ പുഴയിൽ, എന്റെ ഹൗദുൽ കൗസറിൽ കുടിക്കാനുള്ള കോപ്പുകളുണ്ട് എന്ന് മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅദദി നുജൂമിസ് സമാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. നബിയെ, അങ്ങേക്ക് നാം കൗസർ തന്നിരിക്കുന്നു നബിയെ. ഹാഫതാ, ആ നെഹറിന്റെ ആ പുഴയുടെ രണ്ടറ്റങ്ങളും കിടക്കുന്നത് പവിത്രമേറിയ മരതക കല്ലുകളാണ്, മുത്തുകളാണ്, പവിഴങ്ങളാണ്. മസ്കാണതിന്റെ അടിവാരം കിടക്കുന്നത്. അത്രയും പുണ്യമായ വെള്ളം ആരെയാണ് അള്ളാഹു കുടിപ്പിക്കുന്നത്? ഈ ഉമ്മച്ചികളിൽ ഹബീബിന്റെ മുത്തബഈങ്ങളായവർക്ക്, നബിയെ സ്നേഹിച്ചവർക്ക്. അത് കിട്ടണം നബി തങ്ങളുടെ കയ്യിൽ നിന്ന്. സ്വഹാബി വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹു അയച്ചവരെ നബിയെ, അള്ളാഹുവിന്റെ വചനം ഞങ്ങളെ ചൊല്ലി പഠിപ്പിക്കാൻ വന്നവരെ നബിയെ, നാളെ മഹ്ശറായിൽ കോടാനുകോടി ജനങ്ങൾ വരുമ്പോ അങ്ങേ ഞാൻ നാളെ തിരിച്ചറിയുമോ നബിയെ? നാളെ എവിടെയാണ് നബിയെ അങ്ങേ ഞാൻ തപ്പി നോക്കേണ്ടത്? എവിടെ വന്നാലാണ് അങ്ങേ കാണുക? നിസ്സാരം നമ്മൾ ഈ ഗ്രൗണ്ടിൽ ഇവിടെ ഇരിക്കുന്നവര്, നമ്മുടെ മതിലിരിക്കുന്ന ആളുകൾ, ഒരാളെ നമ്മൾ അന്വേഷിച്ച് വന്നു എന്ന് വിചാരിക്കുക. ചിലര് വിചാരിച്ചിട്ടുണ്ട് എനിക്ക് 10,000 റുപ്യ തരാനുണ്ട്, അവൻ വേദനൊക്കെ മുമ്പിൽ പോയിരിക്കുന്ന ആളാ, അവിടെ വെച്ച് പിടിച്ചു വാങ്ങണമെന്ന് വിചാരിച്ച് ഒരുത്തം വന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചു വന്നവരൊന്നും ഇല്ലല്ലോ. എവിടെയാണ് അയാൾ തിരയാ? എങ്ങനെ കിട്ടും? കുറച്ച് പ്രയാസം ഉണ്ടാവും അല്ലെ? ചെറിയ സദസ്. എന്നിട്ട് പോലും മില്ലതുൻ ആദം, ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെ വന്നിട്ടുള്ള, ഇനി വരാനുള്ള, ഇതുവരെ വന്നവരും ലോകാവസാനം വരെ വരാനുള്ളവരും അള്ളാഹുവിന്റെ മഹ്ശറാ ഭൂമിയിൽ ഒരുമിച്ച് കൂടുമ്പോ എവിടെയാണ് നബിയെ അങ്ങേ എനിക്ക് കാണാൻ കഴിയുക? അങ്ങേ എനിക്ക് കാണണം നബിയെ. ഞാൻ എവിടെ വരണം? തങ്ങൾ പറഞ്ഞു, ഞാൻ ഹൗദുൽ കൗസറിന്റെ അരികത്ത് കാണും. അവിടെ അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിലോ നബിയെ? അവിടെ കണ്ടില്ലെങ്കിൽ ആളുകളുടെ നന്മ തിന്മകൾ തൂക്കി നോക്കുന്ന ബാലൻസില്ലേ അള്ളാഹുവിന്റെ മീസാൻ. വൽ മീസാനു ഹഖ്ഖുൻ, നന്മ തിന്മകൾ തൂക്കി നോക്കുന്ന ആ തുലാസ്, ആ ബാലൻസ്, ആ സ്കെയിൽ എന്ന് പറയുന്നത് ഹഖ്ഖുൻ, അത് സത്യമാണെന്ന് റസൂലുള്ളാഹി. അവരുടെ അമലാണ് നന്മകൾ കുറയുന്നതും തിന്മകൾ കൂടുന്നതും. ഫഫിന്നാർ, അവർ നരകത്തിന്റെ വഴിയിലേക്ക്. ആദനല്ലാഹ്. ഉമ്മച്ചികളുടെ ഓരോരുത്തരുടെയും നന്മതിന്മകൾ നോക്കുമ്പോ, തൂക്കി നോക്കുമ്പോ സൂക്ഷിച്ച് നീതി വേണം. നീതിയുടെ ലോകമാണിത്. എന്നിട്ട് പോലും ഉമ്മച്ചികൾക്ക് വേണ്ടി നോക്കി നിൽപ്പാൻ ഒരാളുണ്ട്, അതാണ് റസൂലുള്ളാഹ്. സ്വർണം വാങ്ങിച്ച് തൂക്കി നോക്കുമുണ്ടല്ലോ നമുക്കൊരു നോട്ടം. ജ്വല്ലറിക്കാരൻ പറഞ്ഞ 21.25 ഗ്രാമിന് ആണോ ഇത്? അതല്ല, അതിൽ കുറച്ചിട്ട് എന്നെ പറ്റിക്കണുണ്ടോ? ഒന്നും കൂടെ തൂക്കിക്ക, ആ ടാഗ് ഒന്ന് കട്ട് ചെയ്തിട്ട് വേറെ തൂക്ക്. എന്തൊക്കെയാ നമ്മൾ പറയല്? എന്തെന്നറിയോ? എന്റെ ഒരു ഹക്ക് പോലും ഞാൻ വിട്ടെടുക്കൂല. നിങ്ങൾക്ക് വാങ്ങിക്കാം, അങ്ങനെ തന്നെ ചെയ്താൽ മതി, ഒന്നും കുഴപ്പമില്ല. പറ്റിക്കണ കാലാണേ, അതുകൊണ്ട് എന്ത് ചെയ്യാ, അങ്ങ് നോക്കിക്കോ, നിങ്ങളെ ഹക്ക് എടുത്തോ. മഹ്ശറായിൽ ഇങ്ങനെ ഒരു നോട്ടം, തുലാസിലേക്ക് ഉമ്മത്തിന് വേണ്ടി നോക്കുന്ന ഒരാളുണ്ട്. നമ്മൾ പോലും അല്ലാഹുവേ എന്താകും എന്നോർത്ത് പേടിച്ചിരിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ മീസാനിന്റെ അരികത്തുണ്ടാകും, എന്നെ അവിടെ കാണുമെന്ന് മുത്തുനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബി ചോദിച്ചു, നബിയെ, ഞാൻ അങ്ങയെ തേടി അങ്ങോട്ട് വന്നാലും അങ്ങയെ കാണാൻ പറ്റിയില്ലെങ്കിൽ അങ്ങയെ ഞാൻ എവിടെന്നാ കാണേണ്ടത്? തങ്ങൾ പറഞ്ഞു, അവിടെ രണ്ടിടത്തും കണ്ടില്ലെങ്കിൽ
ഫഅന ഇൻദ സിറാത്ത്, സിറാത്ത് പാലത്തിന്റെ അരികത്ത് ഞാനുണ്ടാകും. ആ ബ്രിഡ്ജ് കയറാൻ പോകുമ്പോ അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ എന്ന് ഓരോ ഉമ്മത്തി കാൽ വെക്കുമ്പോഴും ആ പാലത്തിലേക്ക് കയറുമ്പോഴും എന്റെ ഉമ്മത്തിയെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് എപ്പോഴും ദുആ ചെയ്തിരിക്കുന്ന ഹബീബ് അവിടെയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടിടത്തും കണ്ടില്ലെങ്കിൽ ഞാൻ സിറാത്തിന്റെ അരികത്ത് കാണും. സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ സിറാത്തിലും വന്നിട്ട് അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിലോ? ഞങ്ങൾ പറഞ്ഞു, ഈ മൂന്നാലൊരു സ്ഥലത്തല്ലാതെ ഞാൻ ഉണ്ടാവില്ല. ഈ മൂന്നാലൊരു സ്ഥലത്ത് ഞാൻ ഉറപ്പാണ്. ഈ മൂന്നാലൊരു സ്ഥലത്ത് നമ്മൾ കണ്ടുമുട്ടുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് അല്ലാഹു നൽകിയ റഹ്മത്തല്ലയോ ഇത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബി തങ്ങളുടെ മോള് വരുന്നുണ്ടോ എന്നല്ല നബി ചിന്തിക്കുന്നത്. എന്റെ അലി, എന്റെ പുതിയാപ്പിള വരുന്നുണ്ടോ, എന്റെ ഖദീജ വന്നോ, എന്റെ ആയിഷ വന്നോ, സുഫിയ വന്നോ, ഉമ്മു സുലൈം, ഉമ്മു സലമ വന്നിട്ടുണ്ടോ റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവരെയൊന്നുമല്ല നബി ശ്രദ്ധിക്കുന്നത്. തങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉമ്മച്ചി എന്ന കാറ്റഗറിയിലാണ്. എന്റെ ഉമ്മച്ചികൾ. ഇത് കിട്ടണമെങ്കിൽ ഹബീബിനെ നമ്മൾ സ്നേഹിക്കുക തന്നെ വേണമല്ലോ. ഹബീബായ നബി തങ്ങളോടുള്ള ഹുബ്ബ് ശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, നിങ്ങൾ ഹബീബിനെ പിൻപറ്റുകയെങ്കിൽ അതാണ് എന്നോട് നിങ്ങൾ ചെയ്യുന്ന സ്നേഹത്തിന്റെ അടയാളം. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ നബിയെയാണ് സ്നേഹിക്കുന്നത്. നബിയെ സ്നേഹിക്കുന്നവർ അള്ളാഹുവിനെയാണ് ഇഷ്ടപ്പെടുന്നത്. സൗബാൻ റളിയല്ലാഹു അൻഹു ഒരുപാട് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. മുഖത്ത് വല്ലാത്ത ക്ഷീണമുണ്ട്, മുഖം നിറം മാറിയിട്ടുണ്ട്. നബി ചോദിച്ചു, യാ സൗബാൻ ലഖദ് തഗയ്യറ ലൗനു വജ്ഹിക്, സൗബാനെ മുഖത്തെ നിറം വല്ലാതെ മാറിയിരിക്കുന്നുവല്ലോ. എന്തുപറ്റി? ഒന്നുമല്ല നബിയേ, ഞാൻ എന്റെ വീട്ടിലിരിക്കുമ്പോ അങ്ങയെ കാണാൻ കൊതിയാകുന്ന നേരം വരാറുണ്ട്. വീട്ടിലെന്റെ മക്കളോട് കൂടെ ഇരിക്കുമ്പോ എനിക്ക് തോന്നും എന്റെ റസൂലിനെ പോയൊന്ന് കാണണമെന്ന്. നബിയേ, അങ്ങനെ വരുമ്പോ എന്റെ കുഞ്ഞുങ്ങളൊക്കെ താഴെ വെച്ച് ഞാൻ ഓടി വരും അങ്ങയുടെ ഈ പള്ളിയിലേക്ക്, അൽ മസ്ജിദുൻ നബവിയിലേക്ക്. മദീനയിലെ പള്ളിയിൽ വന്നാൽ അങ്ങയെ കാണും ഞാൻ. നബിയേ, ദകർതു മൗതി വ മൗതിക്, ഞാനും നിങ്ങളും മരിക്കുന്ന രംഗം ഞാനൊന്ന് ഓർത്തുപോയി നബിയേ. ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ എവിടെയെങ്കിലും അങ്ങയുടെ ഉമ്മച്ചികളിൽ ഒരു സ്വഹാബിയാവാൻ ഭാഗ്യം കിട്ടിയതിന്റെ പേരിലോ മറ്റോ അള്ളാഹു എനിക്ക് സ്വർഗം തന്നെങ്കിൽ തന്നെ നബിയേ, അങ്ങ് ഞങ്ങളെ പോലെയല്ലല്ലോ, അങ്ങ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരല്ലയോ. റുഫഅത ഇലൽ ഇല്ലീൻ, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് അള്ളാഹു നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ നബിയേ, അങ്ങയെ കാണാൻ കൊതി തോന്നുമ്പോഴൊക്കെ ഓടി വരാറുള്ള എനിക്ക് നാളെ അങ്ങനെ ഓടി വരാൻ കഴിയുമോ? സ്വർഗലോകത്ത് അങ്ങയെ കാണാനൊക്കുമോ നബിയേ? ആ ഒരു സ്നേഹത്തിന്റെ വചനത്തിന് എങ്ങനെയാണ് ഹബീബ് മറുപടി പറയേണ്ടത്? എന്താണ് ഈ പറയുന്നത്? നാളെ പരലോകത്ത് ചെന്നാൽ അങ്ങനെക്ക് കാണാനൊക്കുമോ? കാരണം സ്വർഗം എന്ന് പറയുന്നത് ഇന്നൽ ജന്ന മിഅതു ദറജ, സ്വർഗം 100 തട്ടുകളാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആയിട്ട് സങ്കല്പിക്കേണ്ട. മാ ബൈന കുല്ലി ദറജതൈനി മാ ബൈന അസ്സമാഇ വൽ അർദ്, ഓരോ ലെവലിന്റെയും വ്യത്യാസം ഭൂമിയിൽ നിന്ന് നക്ഷത്രമണ്ഡലങ്ങളുടെ അപ്പുറത്തേക്ക് അങ്ങറ്റം വരെ എത്തുന്ന ദൂരമാണ്. ഒന്നാം ആകാശത്തിന്റെ ദൂരമാണ് ഓരോ ലെവലും. അങ്ങനത്തെ 100 തട്ടുകളാണ്. താഴെയുള്ളവർക്ക് മേലോട്ട് പോകാൻ കഴിയില്ല, മേലെയുള്ളവർക്ക് താഴെ തട്ടിലുള്ളവരെ വന്ന് കാണാൻ പറ്റും. ഹബീബേ, സൗബാനിന് നാളെ അങ്ങയെ വന്ന് കാണാനൊക്കില്ലല്ലോ നബിയേ. ആ സ്നേഹത്തിന് മറുപടിയായി അള്ളാഹു 7 ആകാശങ്ങൾക്കപ്പുറത്തു നിന്നൊരു വിശുദ്ധ വചനം ഇറക്കി കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم
മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിയേ, അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചുവല്ലോ, നാളെ സ്വർഗലോകത്ത് കടന്നാൽ തന്നെ അങ്ങയെ കാണാൻ കൊതി തോന്നുമ്പോ മേലോട്ട് വരാൻ കഴിയില്ലല്ലോ നബിയെ, അതോർത്തുകൊണ്ടാണ് എന്റെ നിറം പോലും മാറിപ്പോയതെന്ന് ഖിന്നരായി ദുഃഖിതരായി അങ്ങയോട് പറഞ്ഞ ആ അനുയായിയോട് പറഞ്ഞു കൊടുക്കൂ നബിയെ. വമൻ യുതിഇല്ലാഹ, ആരൊക്കെയാണോ അല്ലാഹുവിനനുസരിക്കുന്നത്, വറസൂൽ, നിബിതങ്ങളെയും അനുസരിക്കുന്നത്, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാരാണ്? ശരീരത്തനുസരിക്കുന്നവരെമ്പാടുമുണ്ട്. തോന്നുന്നത് ചെയ്യുന്നത്, ആഗ്രഹമുള്ളതൊക്കെ ചെയ്യുക. അത് അള്ളാഹുവിന് ഇഷ്ടമാണോ എന്ന് ചിന്തിക്കാതെ, അത് നബിക്ക് ഇഷ്ടമാണോ എന്ന് ആലോചിക്കാതെ, ആരാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത്, ഫഉലൈക, അവർ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹം ചെയ്ത അമ്പിയാക്കന്മാർ, അല്ലാഹുവിന്റെ ദൂതന്മാർ, സച്ചരിതരായ സുദ്ദീഖീങ്ങൾ, രക്തസാക്ഷികളായ ശുഹദാക്കൾ, സജ്ജനങ്ങളായ സ്വാലിഹീങ്ങൾ, അവരോടൊപ്പം ഇരിക്കാനുള്ള ഭാഗ്യം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർക്കുണ്ടെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ എന്ന് വിശുദ്ധ ഖുർആൻ ആയത്തിറക്കി. ഇതൊരു വലിയ സന്തോഷ വാർത്തയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം. കാലങ്ങളിൽ ഒരുപാട് പിറകിൽ വന്നവരാണ് നമ്മൾ, കർമ്മങ്ങൾ ഒരുപാട് കുറഞ്ഞവരാണ് നമ്മൾ, പാപങ്ങൾ ഒരുപാട് കൂടിയവരാണ് നമ്മൾ. അള്ളാഹു ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട്, അവിടത്തെ അനുസരിച്ചുകൊണ്ട്, ആ സ്വർഗലോകത്തെ നബിയുടെ കമ്പാനിയൻഷിപ്പ്, നബി ഞങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെ നീ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഗുരുനാഥന്മാർക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സ്നേഹജനങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. സഹോദര സഹോദരിമാർക്ക്, ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവർക്ക്, അള്ളാഹുവെ ഞങ്ങളുടെ പള്ളിക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നവർക്ക് ആ ഭാഗ്യം നീ നൽകണമേ അല്ലാഹ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل سيدنا محمد وبارك وسلم عليه. عائشة الصديقة رضي الله تعالى عنها നമുക്ക് പറഞ്ഞു തന്നു, കാന ഖുലുഖുഹു അൽ ഖുർആൻ, തങ്ങളുടെ സ്വഭാവം വിശുദ്ധ ഖുർആനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നടന്നു പോകുന്ന ഖുർആനായിട്ട് മുത്തുനബിയെ നമുക്ക് തന്നിട്ടുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഭാവ ഗുണങ്ങളിൽ നമുക്ക് ഒരു ഗുണമെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം. ഒരു സ്വഭാവം, ഒരൊറ്റ സ്വഭാവം. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാഉ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ, അവരുടെ ഒരു അനുഭവത്തിൽ മുത്തുനബി പഠിപ്പിച്ചു കൊടുത്ത ഒരു സ്വഭാവമുണ്ട്. അസ്മാ ബീവിയുടെ ഉമ്മ ജാഹിലിയ്യ കാലത്ത് മുസ്ലിമായിട്ടില്ലാത്തൊരു ഉമ്മയായിരുന്നു ഖുസൈല ഇബ്നത്ത് അബ്ദുൽ ഉസ്സ എന്നറിയപ്പെടുന്നവർ. നിബിതങ്ങളുടെ മുമ്പിൽ അസ്മാ റളിയല്ലാഹു അൻഹ സ്വന്തം സഹോദരിയാണ് ആയിഷ ബീവി. അവരുടെ അരികത്ത് വന്ന് മുത്തുനബിയോട് സംശയങ്ങളൊക്കെ ചോദിച്ച് പഠിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ ഖുസൈല ബിൻത് അബ്ദുൽ ഉസ്സ, അസ്മാ ബീവിയുടെ ഉമ്മ, കുറച്ച് സമ്മാനങ്ങളുമായി അസ്മാ ബീവിയെ കാണാൻ വന്നിരിക്കുകയാണ്. വീട്ടുകാർ അവരറിയാം, ഉമ്മാക്കറിയാം നബി തങ്ങളുടെ വീട്ടിലാണ് അസ്മാ പോയിരിക്കാറുള്ളത് റളിയല്ലാഹു അൻഹ. കുറച്ച് നെയ്യും ഗോതമ്പിന്റെ ഒരു ഭക്ഷണവും ഉണ്ടാക്കിയാണ് ഉമ്മ വന്നത്. അസ്മാ ബീവി പറഞ്ഞു, ലാ അഖ്ബലു ലകി ഹദിയ വലാ തദ്ഖുലി അലയ്യ ഹത്താ യഅ്ദന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ, നിങ്ങളുടെ സമ്മാനം എനിക്ക് വേണ്ട,
നിങ്ങൾ മുസ്ലിമായിട്ടില്ലല്ലോ, നിങ്ങളുടെ സമ്മാനം ഞാൻ സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, എന്റെ അരികത്തേക്ക് കടന്നു വരണമെങ്കിൽ മുത്തുനബി നിങ്ങൾക്ക് സമ്മതം തരണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് കടന്നു വരണ്ട. ഈ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ചെവിയിലെത്തുമ്പോ അല്ലാഹു തആല ആയത്തിറക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. സൂറത്തുൽ മുംതഹിന എന്നാണ് എന്റെ ഓർമ്മ. ലാ യൻഹാകുമുല്ലാഹ് അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ. ദീനിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത അവിശ്വാസികൾ, അമുസ്ലിമീങ്ങൾ, അവര് പക്ഷേ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരാണ്. അങ്ങനെയാണ് എത്രയോ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ. നമ്മളോട് യുദ്ധം ചെയ്യേ, നമ്മളോട് ശത്രുത കാണിക്കേ ചെയ്യാത്ത 99% എന്ന് ഞാൻ പറയട്ടെ, ചെറിയൊരു ന്യൂനപക്ഷമേ അങ്ങനെ ഒരു അഗ്രസീവായിട്ടൊക്കെ പെരുമാറുന്നവരുള്ളൂ. അല്ലാത്തവരൊക്കെ വളരെ പീസ്ഫുൾ കോഎക്സിസ്റ്റിംഗ്, നമ്മൾ ജീവിക്കുന്ന പരസ്പര സമാധാനപരമായ ജീവിതം. പ്രത്യേകിച്ച് കാസർഗോഡ് മേഖലയിലൊക്കെ വളരെ പെട്ടെന്ന് വർഗീയമായ ചിന്തകളും വർഗീയതപരമായ പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും വളരെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന വളരെ വളരെ വൾനറബിൾ ആയ ഒരു പ്രദേശമാണ്. നമ്മൾ ഒരല്പം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ്. ശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾ ജനങ്ങളെ വെറുപ്പിക്കാൻ വന്നവരല്ല. നബി തങ്ങൾ പറയുമായിരുന്നു, ഇന്നമാ ബുഇസ്തും മുയസ്സിരീന വലം തുബഅസു മുഅസ്സിരീൻ. നിങ്ങൾ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ വന്നവരാണ്, നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ വന്നവരല്ല. മുബശ്ശിരീന, നല്ല വിശേഷം കൊടുക്കാൻ വന്നവരാണ്, ഗുഡ് ന്യൂസ് കൊടുക്കാൻ വന്നവരാണ് നിങ്ങൾ. ഗൈറ മുനഫിരീൻ, ജനങ്ങളെ ഉറപ്പിക്കാൻ വന്നവരല്ല. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, അസ്മാ ബീവി, നിങ്ങളുടെ ഉമ്മ ഖുതൈല എന്ന് പറയുന്ന നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്കൊരു സമ്മാനം കൊണ്ടുവന്നു തരുമ്പോ അവര് മുസ്ലിമത്തല്ല എന്നതിന്റെ പേരിൽ അത് സ്വീകരിക്കാതിരിക്കുകയും എന്നെ കാണാൻ പോലും വരണ്ട എന്ന് ഉമ്മയോട് പറയുകയും ചെയ്യുന്നത് ശരിയല്ല അസ്മാ. അല്ലാഹു തആല ഇത്തരം സത്യവിശ്വാസികളല്ലാത്തവർ, നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവർ, വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ സ്വഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ ആട്ടി പുറത്താക്കാത്തവരുമായ അവിശ്വാസികൾ, നിങ്ങൾക്ക് ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ല. അൻതബറൂഹും, അവർക്ക് നന്മ ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ലല്ലോ. വതുഖ്സിതൂ ഇലൈഹിം, അവർക്ക് നീതി ചെയ്തു കൊടുക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി ചെയ്യുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ് അസ്മാ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഒരു അയൽപക്കത്തോ അല്ലാത്തിടത്തോ നമ്മുടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ കൊളീഗ്സ് ആയിട്ടോ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയിയോ അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് പരമാവധി നീതിയും നന്മയും ചെയ്തു കൊടുക്കുന്നത് പോലും അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് മുത്തുനബി തങ്ങൾക്കായിത്തിറങ്ങുന്നത് അസ്മാ ബീവിയുടെ ഉമ്മയുടെ വിഷയത്തിലായിരുന്നു. മുത്തുനബി തങ്ങൾ പറയുന്നു, അസ്മാ, അറിയണേ അസ്മാ, അള്ളാഹുവിന് സൽസ്വഭാവം ഇഷ്ടമാണ്. നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, നബിയേ, എനിക്കൊരു സംശയം. ഒരു പെണ്ണിന് 2 ഭർത്താവുണ്ടെങ്കിൽ, ഒരാൾ മരിച്ചു, പിന്നെ ഒരാൾ കല്യാണം കഴിച്ചു, അങ്ങനെ 2 ഭർത്താവായി. ഒരാൾ മരിച്ചുപോയ ആൾ, ഒരാൾ ജീവിച്ചിരിക്കുന്ന ആള്. നബിയേ, എങ്ങാനും ആ പെണ്ണ് സ്വർഗത്തിൽ കടന്നാൽ 2 ഭർത്താക്കന്മാരും സ്വർഗവാസികളാണെങ്കിൽ അയ്യുഹുമാ സൗജുഹാ, ആരായിരിക്കും നബിയേ, ആരായിരിക്കും നബിയേ ഈ പെണ്ണിന്റെ ഭർത്താവ്? 2 മുഅ്മിനീങ്ങൾ, ഒരാൾ മരിച്ചപ്പോഴാണ് അടുത്ത ആള് കല്യാണം കഴിച്ചത്. ആരായിരിക്കും? നബി തങ്ങൾ പറഞ്ഞു, ഉമ്മു സലമ. എന്താ പറയുന്നറിയോ?
ആ രണ്ടാളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിച്ച ആരാണോ, ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പെടുത്ത ആളാരാണോ, ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതിയ ആളാരാ, ഇതൊന്നും അല്ല തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ ബേസിക്സ്, നമ്മുടെ മാൻഡേറ്ററി ആയ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട വിഷയങ്ങൾ, അള്ളാഹു അരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും അള്ളാഹു ചെയ്യണം എന്ന് പറഞ്ഞത് ചെയ്യുകയും ചെയ്ത്, അത്രേ ഉള്ളൂ, ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ആളാണെങ്കിൽ തന്നെയും ഈ രണ്ട് ഭർത്താക്കന്മാരിൽ ആരായിരുന്നോ ഏറ്റവും നല്ല സ്വഭാവമുണ്ടായിരുന്നത്, ആ ഭർത്താവിനായിരിക്കും അവൾ ഭാര്യയായിട്ട് ലഭിക്കുക. ആ ഭർത്താവാണ് ഇവൾക്ക് ആ ആളാണ് ഇവളുടെ ഭർത്താവായിട്ട് വരുന്നത്. ഉമ്മു സലമ ബീവി അന്തം വിട്ടുപോയി. റബ്ബേ, കൂടുതൽ നിസ്കരിച്ച ആൾക്ക്, ദിക്ർ ചൊല്ലിയ ആൾക്ക് അതൊന്നും അല്ലല്ലോ ഇപ്പൊ പറഞ്ഞത്, നല്ല സ്വഭാവമുള്ള ആൾക്ക്. ആ മുഖത്തെ അത്ഭുതം കണ്ടപ്പോ മുത്തുനബി ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തു, യാ ഉമ്മു സലമ, ഉമ്മു സലമ, ദഹബ ഹുസ്നുൽ ഖുലുഖി ബിഖൈറൈ ദുനിയാ വൽ ആഖിറ. ഉമ്മു സലമ, സൽസ്വഭാവം, ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും നന്മകൾ രണ്ടും സൽസ്വഭാവം കൊണ്ടുപോയിരിക്കുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് നബി തങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്, وإنك لعلى خلق عظيم. നബിയേ, അങ്ങയെപ്പോലെ സൽസ്വഭാവമുള്ള മറ്റൊരാളില്ലല്ലോ നബിയേ. وإنك لعلى خلق عظيم. അങ്ങയുടെ സൽസ്വഭാവം വലുതാണല്ലോ നബിയേ. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയില്ല, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രിൻ. അഹങ്കാരം അല്പമെങ്കിലും ഖൽബിലുള്ള ഒരാൾ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വിചാരിക്കും അതിപ്പോ ആർക്കെങ്കിലും ഉണ്ടോ? ഈ മുതിർന്ന ആളുകളൊക്കെ പറയുമ്പോ ചെറുപ്പക്കാരിപ്പോ കേൾക്കുന്നുണ്ടോ പണ്ടത്തെ പോലെ? മുതിർന്നവരെന്ന് പറഞ്ഞാട്ടെ, കേൾക്കാറുണ്ടോ? അയാൾ ആരാ പറയാൻ? ആരെ പറയണത്? 15 വയസ്സായിട്ടില്ലാത്തവൻ. ആരെ പറ്റി? 50-60 വയസ്സുള്ള ആളെ പറ്റി. അത് അഹങ്കാരമാണ്. അതിന്റെ പേരാണ് അഹങ്കാരം എന്ന് പറയാം. പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കുക എന്ന് പറഞ്ഞതാണ് അഹങ്കാരം. സ്വർഗത്ത് കടക്കാൻ പറ്റൂല. അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയത്തിൽ മുതിർന്ന ഒരാൾ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കുന്നത് കിബറാണ്, അഹങ്കാരമാണ്. പിന്നെ മുതിർന്നവർക്ക് ചെറിയവരോട് കറക്ഷൻ ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരു വിഷയം ഇപ്പൊ ഉണ്ട്. അത് മുതിർന്ന ആളുകൾ ചെറുപ്പക്കാരായിരുന്ന കാലത്തെ ചില വീക്ക്നെസ്സുകളൊക്കെ ഈ കുട്ടികൾക്ക് അറിയും. അപ്പൊ ഇവര് വല്ലതും ചെയ്തതിന് ഇപ്പൊ ഏതെങ്കിലും ഒരുത്തൻ, ഇപ്പൊ നമ്മുടെ തളങ്കരയിലോ മറ്റോ നമ്മുടെ പൂഴി വാരുന്ന കുട്ടികളിലോ അല്ലെങ്കിൽ അങ്ങാടിയിലൂടെ വെറുതെ നടക്കുന്ന കുട്ടികളിലോ ഗൾഫുകാരായ മക്കളിലോ തിന്മ ചെയ്യുന്ന മക്കളെ കണ്ടോ, കള്ളുകൂടിയൊക്കെ നിർത്തിക്കൂടെ, സമയമായില്ലേ എന്ന് ചോദിച്ചാൽ, ഇച്ഛാ മിണ്ടണ്ട കേട്ടോ, പഴയ കഥ ഞാൻ ഇപ്പൊ വാട്സപ്പിൽ വിടും, ഉണ്ടല്ലോ മോനെ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, നീ വേണ്ട പോലെ ജീവിച്ചോ. കുട്ടികൾ അങ്ങോട്ട് പേടിപ്പിക്കുകയാണ്, വലിയവരങ്ങോട്ട് പേടിപ്പിക്കുക. അത് പേടിക്കാനുള്ളൊരു സാഹചര്യം അവർ ചെയ്തു വെച്ചത് കൊണ്ടാണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ അവരല്ലാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. അങ്ങനെയല്ലേ? 100 ആളെ കൊന്നാൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ലേ? മനുഷ്യന്മാര് പുറത്തു കൊടുക്കൂല. നമ്മൾ പഴയ കഥ പിന്നെയും പറയും. ഓൻ തൗബ ചെയ്ത് നന്നായിട്ടുണ്ടാവും. അവൻ ഹജ്ജിന് ഒരു ഉംറക്കോ പോയിട്ട് അള്ളാഹുവിന്റെ കഅബത്തിൽ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ്, റബ്ബേ ബോധമില്ലായിരുന്നു റബ്ബേ, ഞാൻ അതൊക്കെ ചെയ്തു പോയി, ഇനി ഞാൻ ചെയ്യില്ല പടച്ചവനെ, മാപ്പുതാ. അതൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചെങ്കിൽ തെറ്റ് ചെയ്യാത്തവനെ പോലല്ലേ. നമ്മൾ പിന്നെയും പഴയ കഥ, മിണ്ടണ്ട പഴയ കഥ ഞാൻ എടുത്തിടും. എന്ത് ചെയ്യും? ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് പറയല്ലേ. സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലേ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അള്ളാഹു പുറത്തു കൊടുക്കും. നമുക്ക് എന്താ പുറത്തു കൊടുക്കാൻ പണി? നമുക്ക് പുറത്തു കൊടുത്തൂടെ? അള്ളാഹു പുറത്തു കൊടുക്കണില്ലേ? നമ്മളൊക്കെ വല്ല മുന്തിയ ആൾക്കാരപ്പോ നമ്മളൊക്കെ ഉള്ളിന്റെ അള്ളാഹുവിനല്ലേ അറിയുള്ളൂ. നമ്മളത് മനസ്സിലാക്കണം. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. നന്മ പറയുമ്പോൾ കേട്ട് സ്വീകരിക്കുന്നതാണ് വിനയം എന്ന് പറയുന്നത്, തവാളു എന്ന് പറയുന്നത്. നബി തങ്ങൾ പറഞ്ഞു, അഹങ്കാരം അല്പമെങ്കിലും ഹൃദയത്തിലുള്ളവരെ സ്വർഗത്തിലേക്ക് അള്ളാഹു കടത്തുകയില്ലെന്ന് പറഞ്ഞപ്പോ ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ, ഇന്നർ റജുല യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസനാ.
നബിയെ, ഒരാൾക്ക് നല്ല മുന്തിയ വസ്ത്രം ധരിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു, നല്ല ബ്രാൻഡ് ഷർട്ട്, വലിയ വലിയ ബ്രാൻഡുകളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഞാൻ പേരൊന്നും പറയുന്നില്ല. നമ്മളിപ്പോ ലൂയിസ് ഫിലിപ്പോ ഒക്കെ പറഞ്ഞ അതിന്റെ കയ്യിലും അപ്പുറമുള്ള വലിയ വലിയ ബ്രാൻഡുകളൊക്കെ കാസർകോട്ട് ധരിക്കുന്നവരാ. വലിയ ബ്രാൻഡ് സാധനം ഉപയോഗിക്കണം എന്നൊക്കെ ഒരു ഇഷ്ടം തോന്നുക. നബിയെ, വനഅലുഹു ഹസനതൻ, നല്ല ചെരുപ്പിടണമെന്നും ആഗ്രഹം തോന്നുന്നുണ്ടല്ലോ നബിയെ, അതിന് വല്ല കുഴപ്പവുമുണ്ടോ? അത് അഹങ്കാരമാണെന്ന് പറയുമോ നബിയെ? ഇതാണ് ചോദ്യം. നല്ല ഷർട്ടിട, നല്ല വസ്ത്രം, നല്ല വീട്, നല്ല സൗകര്യം, അതിന് വല്ല കുഴപ്പമുണ്ടോ നബിയെ? തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്, അല്ലാഹുവിന് സൗന്ദര്യം ഇഷ്ടമാണല്ലോ, ഇതിനൊന്നും കുഴപ്പമില്ല. നല്ല വസ്ത്രം, നല്ല പാൻസ്, നല്ല ചെരുപ്പ്, നല്ല രീതിയിലുള്ള എല്ലാം ബ്രാൻഡഡ് ആയിട്ട് ഉപയോഗിക്കും, കുഴപ്പമൊന്നുമില്ല. ഇസ്രാഫ് ചെയ്യരുത്, ധൂർത്ത് ചെയ്യരുത് എന്ന് മാത്രം. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ഭംഗിയുള്ളവനാണ്, ഭംഗി അല്ലാഹുവിന് ഇഷ്ടമാണ്. അൽ കിബ്റു, അഹങ്കാരം എന്ന് പറയുന്നത് അതല്ല. നല്ല വസ്ത്രം ധരിക്കലോ, നല്ല ചെരുപ്പിടലോ, നല്ല വാച്ചുകൾ, ഇതൊന്നുമല്ല അഹങ്കാരം എന്ന് പറയുന്നത്. ബത്റുൽ ഹഖി, സത്യം ഒടിവെക്കുന്നത്, സത്യം സ്വീകരിക്കാതിരിക്കുന്നത്. വഗംതുന്നാസ്, ജനങ്ങളെ ഉപദ്രവിക്കുന്നത്, ജനങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നത്, അതാണ് അഹങ്കാരമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണോ നമ്മുടെ സ്വഭാവം എന്ന് ആലോചിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഗുണം നമ്മൾ പഠിക്കുക ഇന്ന്. അത്തവാദു, നബി തങ്ങളുടെ വിനയം, നബി തങ്ങളുടെ സിംപ്ലിസിറ്റി. തങ്ങൾ ആരാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? മിഅ്റാജിന്റെ രാവിൽ പോകുമ്പോ ആകാശമണ്ഡലങ്ങൾ കഴിഞ്ഞു പോയി. നമുക്കിപ്പോ ആകാശം കാണുന്നുണ്ട്, നക്ഷത്രം തന്നെ നമുക്ക് കാണുന്നില്ല. ഇപ്പോ വെളിച്ചത്തിലായതുകൊണ്ടായിരിക്കും അല്ലെ? ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടത്തിനാണ് നമ്മളൊരു ഗാലക്സി എന്ന് പറയുന്നത് അല്ലെ? അങ്ങനത്തെ ബില്യൺ കണക്കിന് ഗാലക്സികൾ അള്ളാഹിന്റെ ദുനിയാവിലുണ്ട്. ഇതൊക്കെ കിടക്കുന്നത് ഒന്നാം ആകാശത്തിന്റെ താഴെയാണ്. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ وَأَعْتَدْنَا لَهُمْ عَذَابَ السَّعِيرِ. ഒന്നാം ആകാശത്തെ നമ്മൾ അലങ്കരിച്ചു. എന്തുകൊണ്ട്? ബിമസ്വാബിഹ, നക്ഷത്രങ്ങളെ കൊണ്ട്. ഒന്നാം ആകാശത്തിന്റെ താഴെയാണ് ഈ ഗാലക്സി കൂട്ടങ്ങൾ കിടക്കുന്നത്. അത് കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3, 7 വരെ കഴിഞ്ഞ് 7ന്റെ അപ്പുറവും ചെന്നപ്പോഴാണ് പ്രകാശത്തിന്റെ കടൽ എന്നറിയപ്പെടുന്ന ബഹ്റുൻ നൂർ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന സഹയാത്രികൻ ഹബീബിനോട് പറഞ്ഞത്, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما اللهم صل على سيدنا ومولانا وحبيبنا محمد. മാലാഖമാരിൽ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും ആക്സസ് ഇല്ലാത്ത സ്ഥാനത്തേക്ക് നബിയെ യാത്ര അയച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ, ഇവിടെ അങ്ങോട്ട് എനിക്ക് വരാൻ കഴിയില്ല. ഞാൻ വന്നാൽ എന്റെ പ്രകാശങ്ങളുടെ ചിറകുകൾ ഉണ്ടല്ലോ, 600 വരുന്ന പ്രകാശത്തിന്റെ ചിറകുകൾ കരിഞ്ഞു പോകും. നബിയെ, അങ്ങൊറ്റക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ ആ മേഖലയിലേക്ക് കടന്നു പോവാൻ ഭാഗ്യമുണ്ടായ ഒരേ ഒരാൾ മുഹമ്മദ് റസൂലുള്ളാഹ്. ആ മുത്ത് നബിയാണ്. നബി തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ ബീവിയുടെ അമ്മായിമ്മ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ ഹബീബായ നബി തങ്ങൾ ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക് വന്നു, അവരുടെ തലക്കരികിൽ വന്നു. എന്നിട്ട് ദുആ ചെയ്തു കൊടുത്തു, റഹിമകല്ലാഹു യാ ഉമ്മി, എന്റെ ഉമ്മ, നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ.
നബിയുടെ ഉമ്മ ആമിന ബീവിയാണ്. പക്ഷെ ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് സ്നേഹം കൊടുത്ത് വളർത്തിയവരാണ് ഫാത്തിമ ബിന്തു അസദ് റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവിയുടെ അമ്മായിമ്മ, അലി തങ്ങളുടെ ഉമ്മ, അവരുടെ പേരും ഫാത്തിമയാണ്, ഫാത്തിമ ബിന്തു അസദ്. അള്ളാഹുവിനോട് ദുആ ചെയ്തു കൊടുത്തു നബി തങ്ങൾ, റഹിമക്കല്ലാഹു യാ ഉമ്മി കുൻതി ഉമ്മി ബഅദ ഉമ്മി, എന്റെ ഉമ്മാക്ക് ശേഷമുള്ള എന്റെ ഉമ്മയായിരുന്നുവല്ലോ അങ്ങ്. തജൂഈന വതുശ്ബിഈനി, നിങ്ങൾ വിശന്നപ്പോഴും നിങ്ങളേക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്, എനിക്ക് ഭക്ഷണം തന്നു. ഉമ്മ, നിങ്ങൾ വിശന്നു കിടന്നു. നിങ്ങൾക്ക് വസ്ത്രം ഇല്ലാതിരുന്ന സമയത്ത് പോലും എനിക്ക് വസ്ത്രം നിങ്ങൾ വാങ്ങിച്ചു തന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എടുക്കാതെ നിങ്ങൾ എനിക്ക് തന്നുവല്ലോ. തുരീജീന ബിദാലിക വജ്ഹല്ലാഹി വദ്ദാറൽ ആഖിറ, നാളത്തെ പരലോകവും അല്ലാഹുവിന്റെ തൃപ്തിയുമാണ് അങ്ങ് ഉദ്ദേശിച്ചത്. അങ്ങനത്തെ ഉമ്മയല്ലയോ ഉമ്മ നിങ്ങളെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക്, ഫാത്തിമ ബിന്തു അസദ് റളിയല്ലാഹു അൻഹക്ക് ദുആ ചെയ്തിട്ട് നബി തങ്ങൾ പറഞ്ഞു, കുളിപ്പിക്കാൻ എടുത്തു വെക്കുവിൻ. ഫഗസ്സല സലാസൻ, 3 പ്രാവശ്യം വെള്ളമൊഴിച്ച് കുളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് കർപ്പൂരകം ചേർത്ത വെള്ളമായ ആ നേരമായപ്പോ നിബിതങ്ങൾ ആ ബക്കറ്റ് വെള്ളം അവിടുത്തെ കൈകൊണ്ട് കൊണ്ടുവന്ന് ഫാത്തിമ ബിന്തു അസദ് റളിയല്ലാഹു അൻഹ അവസാനത്തെ തവണ ഒഴിക്കുന്ന ആ വെള്ളം അവിടുത്തെ കൈകൊണ്ടാണ് നിബിതങ്ങൾ ഒഴിക്കുന്നത്. എന്നിട്ട് നിബിതങ്ങൾ ധരിച്ചിരുന്ന പ്രിയപ്പെട്ട അവിടുത്തെ വസ്ത്രം ഖമീസ്, ആ വസ്ത്രം ഊരിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, എന്റെ ഉമ്മയാണ് ഈ ഫാത്തിമ ബിന്തു അസദ്, എന്റെ ഉമ്മയെ ഈ കുപ്പായത്തിൽ കഫൻ ചെയ്യണം. നബിതങ്ങളുടെ വസ്ത്രം വിട്ടുകൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അവരതിന്റെ മീത വസ്ത്രത്തിൽ കഫൻ ചെയ്തു. ഹബീബായ നബിതങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. എന്നിട്ട് നബിതങ്ങൾ വിളിച്ചു ഉസാമ റളിയല്ലാഹു അൻഹുവിനെ, അബു അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, പിന്നെ ഒരു കറുത്ത വർഗ്ഗക്കാരനായ ഒരു സ്വഹാബിയെയും 4 പേരോടും പറഞ്ഞു ഖബർ കുഴിക്കണം. ഫാത്തിമ ബിന്തു അസദിനെ ഖബർ കുഴിക്കാൻ വേണ്ടി പറഞ്ഞു. അവര് ഖബർ കുഴിക്കുന്നത് ലഹദ് എന്ന രീതിയിലാണ്. നമ്മൾ ഇന്ന് കുഴിക്കുന്ന പോലെ നേരെ താഴേക്കല്ല മയ്യത്ത് വെക്കുന്നത്. മയ്യത്തിനെ ഖബറിന്റെ ഉള്ളിൽ തുരങ്കമുണ്ടാക്കി തുരന്ന് അതിന്റെ ഉള്ളിലേക്കാണ് വെക്കുക. എന്നിട്ട് സൈഡ് അടച്ചു വെക്കും. ആ ലഹദ് ഖബറിലേക്ക് ഇറങ്ങി പുണ്യ നിബിതങ്ങൾ അവിടുത്തെ കൈകൊണ്ടാണ് ഫാത്തിമ ബിന്തു അസദ് റളിയല്ലാഹു അൻഹയ്ക്ക് ഖബർ കുഴിക്കുന്നത്. നിബിതങ്ങളാണ് ലഹദിന്റെ ഭാഗമെത്തിയപ്പോൾ തങ്ങളുടെ കൈകൊണ്ട്. അത് മാത്രമല്ല, ആ ഖബറിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ന് തങ്ങൾ പറഞ്ഞ ഫാത്തിമ ബിന്തു അസദ് എന്നവർ പോയി കിടക്കുന്നതിന്റെ മുമ്പ് ആ ഖബറിന്റെ ഉള്ളിലേക്ക് കയറി കടന്നുകൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുല്ലദീ യുഹ്യീ വയുമീത്, ജീവൻ കൊടുക്കുന്നതും മരണം കൊടുക്കുന്നതും അല്ലാഹുവാണ്. വഹുവ ഹയ്യുൻ ലാ യമൂത്, അല്ലാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ മരിക്കുകയേ ഇല്ല. യഗ്ഫിർ ലി ഉമ്മി ഫാത്തിമ ബിന്ത് അസദ്, ഖബറിന്റെ ഉള്ളിലേക്ക് കടന്നു നബിതങ്ങൾ ഫാത്തിമ ബീവിയെ, ഫാത്തിമ ബിന്തു അസദ് എന്ന നബിതങ്ങളുടെ ഉമ്മയെ, അമ്മായിയായ ഉമ്മയെ കിടത്തുന്നതിന്റെ മുമ്പ് നബിതങ്ങൾ അവിടെ ഒന്ന് കിടന്നിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ ഫാത്തിമ ബിന്തു അസദിന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വലഖിൻഹാ ഹുജ്ജതഹാ, നിന്റെ മാലാഖമാർ വന്ന് ചോദ്യം ചോദിക്കുമ്പോ ഫാത്തിമ ബിന്തു അസദിന് നീ ഉത്തരം പറയാൻ തോന്നിപ്പിക്കണേ അല്ലാഹ്. വവസ്സിഅ അലൈഹാ മുദ്ഖലഹാ, ഫാത്തിമ ബിന്തു അസദ് കിടക്കുന്ന സ്ഥലം നീ വിശാലമാക്കി കൊടുക്കണേ. എന്നിട്ട് ഹബീബ് പറഞ്ഞ വാക്കാണ് ബിഹഖ് നബിയിക, നിന്റെ നബിയുടെ ഹക്കിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ ഹബീബിന്റെ ഹക്ക് കൊണ്ട്, വല്ലംബിയാഇല്ലദീന മിൻ ഖബലി, എന്റെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർ അവരുടെയും ഹക്ക് കൊണ്ട്, ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് എന്ന് പറയുമ്പോൾ അലർജി തോന്നുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കണേ. മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാക്കാണത്. ബിഹഖ് നബിയിക, നിന്റെ നബിയുടെ ഹക്ക് കൊണ്ട്, വല്ലംബിയാഇ മിൻ ഖബലി, എന്റെ മുമ്പ് വന്ന അമ്പിയാ എന്റെ ഹക്ക് കൊണ്ടും എന്റെ ഉമ്മാക്ക് നീ ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണേ. ഉമ്മയുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ. ഫഇന്നക അർഹമുർ റാഹിമീൻ, നീയാണല്ലോ എന്റെ ഉമ്മയോട് ഏറ്റവും റഹ്മത്ത് കാണിക്കാൻ കഴിയുള്ളവൻ, നീയാണല്ലോ തമ്പുരാനെ എന്ന് പറഞ്ഞ് ആ ഉമ്മാക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ച്
ഖബറിലേക്ക് വെച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബ്ബാസ് റളിയല്ലാഹു അൻഹും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആ ഉമ്മയെ ഖബറിലേക്ക് വെച്ചു കൊടുത്തു. ആരാണ് ഈ പണിയൊക്കെ ചെയ്തത്? ലോകത്തിന്റെ ഗുരു ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാളും ഉയർന്ന സ്ഥാനത്തേക്ക് പോയവർ, അഫ്ളലുൽ ഖൽഖ്. ഇതാണ് ഹബീബിന്റെ ജീവിതം. അത്രയും വലിയ വിനയവും താഴ്മയും. എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറയാനായോ? സ്വന്തം ഭാര്യയുടെ അമ്മായിമ്മയാണ്, നബി തങ്ങൾക്ക് അമ്മായിയാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. ആ ഉമ്മാക്ക് വേണ്ടി ഈ കർമ്മങ്ങളൊക്കെ നേരിട്ട് ചെയ്തവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചെയ്യണമെങ്കിൽ ആ മഹാമനസ്സെന്ന് പറയുന്നത് എത്രയോ ലാളിത്യവും വിനയവുമുള്ള മനസ്സാവണ്ടേ? അപ്പോഴല്ലേ ഇതൊക്കെ ചെയ്യാൻ കഴിയൂ. നേരിട്ട് ചെയ്യുന്നത്. ആളെ ഏൽപ്പിച്ചാൽ പോരെ, സ്വഹാബികളോട് പറഞ്ഞാൽ പോരെ, തങ്ങളങ്ങ് ചെയ്തു കൊടുക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം തബറാനി തങ്ങൾ അൽ കബീറിലും അൽ ഔസത്തിലും രേഖപ്പെടുത്തിയ ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹിമയിൽ രണ്ടാമതൊന്ന് മനസ്സിലാക്കാനുള്ളത്, ഹബീബായ നബി തങ്ങൾ എത്രയോ വലിയ സ്ഥാനമുള്ളവരാണെങ്കിലും തങ്ങളെ അങ്ങനെ അങ്ങ് വല്ലാണ്ട് പുകഴ്ത്തി പറയുന്നത് തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅ ഉമർ റളിയല്ലാഹു അൻഹു യഖൂലു, ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തുതുറൂനി കമാ അത്റത്തിൻ നസാറാ ഇബ്നു മറിയം ബീവിയുടെ മകൻ ഈസാ നബി അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ ദിവ്യത്വം നൽകി പൂജിക്കുന്ന പോലെ, ദിവ്യമായി കാണുന്ന പോലെ, അള്ളാന്റെ മകനാണെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ പറ്റി പറയരുത് കേട്ടോ. ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ റസൂലാണെന്ന് എന്നെ പറ്റി പറയണം. എനിക്കതാണ് ഇഷ്ടം. നബി തങ്ങൾക്ക് ആ പ്രയോഗം ഇഷ്ടമായതുകൊണ്ടാണ് സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും കഥ പറഞ്ഞപ്പോൾ ബിഅബ്ദിഹി എന്ന് ഉപയോഗിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹുവിന്റെ ദാസനായ നബിയെ, അല്ലാഹുവിന്റെ അബ്ദായ നബിയെ, അല്ലാഹുവിന്റെ അടിമയായ നബിയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയ അല്ലാഹു പരിശുദ്ധനാണെന്ന് ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും ചരിത്രത്തിൽ അല്ലാഹു വിവരിക്കുമ്പോൾ സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനെ വിളിച്ചതെന്താണ്? ബിഅബ്ദിഹി. അല്ലാഹുവിന്റെ അബ്ദിനെ കൊണ്ടുപോയി. എന്തുകൊണ്ടെന്ന നിബിതങ്ങൾ അതാണ് വിളിക്കാൻ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് നിബിതങ്ങൾ പറയുമാറുണ്ടായിരുന്നത്, ഞാനൊരു സദസ്സിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കരുത്. ഞങ്ങൾ പറഞ്ഞ വാക്കാണത്. ഞാനൊരു സദസ്സിലേക്ക് വരുമ്പോ മാ തഫ്അലൂ ലാ തഫ്അലൂ ബി കമാ തഫ്അലുൽ ആജിമു ബിമുലൂകിഹാ. അനർബികളായ ആളുകൾ അവരുടെ രാജാക്കന്മാരെ ബഹുമാനിക്കുന്ന പോലെ നിങ്ങൾ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കരുതെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സ്വഹാബികൾ എന്ത് ചെയ്തു എന്നതും കൂടെ പഠിക്കണം. ചിലർ അങ്ങനെ പറയും, നബി പറഞ്ഞു എഴുന്നേൽക്കരുത്, എന്നാ പിന്നെ ഉസ്താദൊക്കെ വരണോ, ഇരുന്നോ, എഴുന്നേൽക്കണ്ട. അങ്ങനെയല്ല, തങ്ങൾ അങ്ങനെയാ പറയാ സ്വല്ലല്ലാഹു അലൈഹി. അത് തങ്ങളുടെ സ്വഭാവ മഹിമയാണ്. തങ്ങൾ പറയില്ല ഞാൻ വരുമ്പോ എഴുന്നേറ്റിരിക്കും. തങ്ങൾ പറയോ? പറയില്ല തങ്ങൾ. അതുകൊണ്ടാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന നബിയുടെ പോയറ്റ്, നബി തങ്ങളുടെ കവിയായിരുന്ന ഹസ്സാൻ റളിയല്ലാഹു അൻഹു പാടിയത്, ഖിയാമീ ലിൽ അസീസി അലയ്യ ഫർളു വതർകുൽ ഫർളി മാ ലാ യസ്തഖീമു. ഖിയാമീ ലിൽ അസീസി അലയ്യ ഫർളു وترك الفرض ما لا يستقيم. عجبت لمن له عقل وفهم يرى هذا الجمال ولا يقوم. നബിയേ, അങ്ങ് പറഞ്ഞുവല്ലോ ഞാൻ വരുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കരുതെന്ന്. കേട്ടു നബിയെ, ഞങ്ങൾ കേട്ടു അത്. പക്ഷേ ഖിയാമീലിൽ അസീസി, എന്റെ പ്രിയപ്പെട്ട നബിയെ, അങ്ങ് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടത്
അലയ്യ ഫർളു, അതെന്റെ ബാധ്യതയാണ് നബിയേ, അത് എന്റെ ബാധ്യതയാണ്. ഒരു വാപ്പ പറഞ്ഞു എന്ന് വിചാരിക്കാം മോനോട്, മോനെ ഞാൻ വാപ്പ വരുമ്പോ മോൻ എഴുന്നേൽക്കൊന്നും വേണ്ട എന്ന് വാപ്പ പറഞ്ഞാൽ അത് വാപ്പയുടെ സൽസ്വഭാവമാണ്. മോൻ എന്ത് ചെയ്യണം? മോൻ എഴുന്നേറ്റ് നിന്ന് കൊടുക്കണം. അത് മോന്റെ സൽസ്വഭാവം അതാണ്. നബിയേ, അങ്ങ് എഴുന്നേറ്റ് നിൽക്കരുതെന്ന് പറഞ്ഞാലും എഴുന്നേറ്റ് നിൽക്കേണ്ടത് എന്റെ ബാധ്യതയാണല്ലോ നബിയേ. വതർകുൽ ഫർളി മാ ലാ യസ്തഖീമു, എനിക്ക് നിർബന്ധമായത് ചെയ്യാതിരിക്കാൻ പാടില്ലല്ലോ നബിയേ. അജിബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മു യറാ ഹാദൽ ജമാല വലാ യഖൂമു, ഞാൻ അത്ഭുതപ്പെടുകയാണ് നബിയെ, ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ അങ്ങയുടെ ഈ മഹാസൗന്ദര്യം കണ്ടിട്ട് എങ്ങനെയാണോ എഴുന്നേറ്റ് നിൽക്കാതിരിക്കുന്നത്, അതോർത്തിട്ടാണ് എന്റെ അത്ഭുതം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സ്വഹാബികൾ എഴുന്നേറ്റ് നിന്നവരാണ്. പക്ഷേ നബി തങ്ങൾ പറയാറുണ്ട് നിൽക്കരുത് എന്ന്. ഇവിടെ ഒരു ഉലമാ ഇന്ന് ചർച്ച വരും, നബിയുടെ ആ ആജ്ഞ സ്വീകരിക്കലാണോ, അത് അനുസരിച്ചുകൊണ്ട് അവിടെ ഇരിക്കലാണോ പുണ്യം, അതല്ല നബിയോടുള്ള ബഹുമാനം കാണിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കലാണോ ഉത്തമം? ഉലമാഇന്റെ കണ്ടെത്തൽ അവിടെ നബിയോട് അദബ് കാണിക്കലാണ് ഉത്തമം. അദബ് ഒരു അംറിനേക്കാളും വലുതാണല്ലോ. അതുകൊണ്ട് തങ്ങളുടെ കൽപ്പന ഉണ്ടെങ്കിലും അദബ് കാണിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി സ്വഹാബികൾ അങ്ങനെയാണ് ചെയ്തത്. ആനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയ ഈ വചനങ്ങൾ എത്ര മനോഹരമാണ്. ഖിയാമി للعزيز علي فرض وترك الفرض ما لا يستقيم عجبت لمن له عقل وفهم يرى هذا الجمال ولا يقوم. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് പറഞ്ഞു, യാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഉമർ എന്നവരുടെ പൊന്നുമോനെ, നബി തങ്ങളെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളല്ലോ നിങ്ങളുടെ മുഖത്തുള്ളത്, നബിയെ കാണാൻ കഴിഞ്ഞുവല്ലോ നിങ്ങളുടെ കണ്ണുകൊണ്ട്. യാ ലൈതനി വദിത്തു യാ ലൈതനി റഅയ്തു റസൂലല്ലാഹ്, നബി തങ്ങളെ ഞാനും ഒന്ന് കണ്ടെങ്കിലെന്ന് കൊതിച്ചു പോകുന്നു, വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയെ കാണാൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ചോദിച്ചു, ലൗ റഅയ്തഹു മാദാ കുൻത തഫഅലു, ആ നബിയെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാനാ പ്ലാൻ ചെയ്തത്? എന്താ നിങ്ങൾ ചെയ്യുക നബിയെ കണ്ടാൽ? ആ റസൂലിനെ എനിക്കെങ്ങാനും കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ ആ നബിയിലേക്ക് എഴുന്നേറ്റ് നിൽക്കുകയും വഖബ്ബൽതു ബൈന ഐനൈ, ആ നബിയുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ ഞാൻ തുരുതുര ഉമ്മ വെക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അബ്ശിർ, സന്തോഷിച്ചോളൂ സന്തോഷിച്ചോളൂ, മുത്തനബി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ ഉള്ളകത്ത് മുത്തനബിയോടുള്ള സ്നേഹം കലർന്നു കഴിഞ്ഞാൽ ആ ഹൃദയമുള്ള ശരീരം നരകത്തിൽ പോവില്ലെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.